Hi all. Let's start. ഇത് ന്യൂ ഞാൻ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഞാൻ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വർക്ക് ടെക് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് work@.tech. സോ അതിൽ ഈ ഫസ്റ്റ് 4 പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈസിയാണ് ഈ 4 പ്രോബ്ലംസ്. സോ അത് ഞാൻ ജസ്റ്റ് ഒരു ഇതിന് യൂസ്ഡ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് സോ ഈസി. ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈ പ്രോബ്ലമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരു പെട്ടെന്നൊരു ഇൻട്രോ പറയുകയാണെങ്കിൽ ഞാനൊരു ഗൈഡൻസ് പോലൊരു പ്രോഗ്രാമിൽ ഇപ്പം വീക്കാണ്. അപ്പം ഓരോ വീക്കിലും ഓരോ ടാർഗറ്റ്, അതായത് ഓരോ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, ഓരോന്ന് പഠിക്കുക. അപ്പം ഇത് ഫസ്റ്റ് വീക്കാണ്. ഫസ്റ്റ് വീക്കിൽ ബേസിക് പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ ആണ് നമ്മൾ നോക്കുന്നത്. വീക്ക് ഫസ്റ്റിലെ ടാർഗറ്റ് അതാണ്. അപ്പം അത് കുറച്ച് കോഴ്സസ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യണം. ഐ ആം സോ ബിഗിനർ ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് അല്ല തരുന്നത്. ഞാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്തത് പ്രോബ്ലം, എങ്ങനെയാണ് എൻ്റെ ഇനിഷ്യൽ ഫേസ്, അതായത് ഈ ഒരു ഫേസിൽ ചിലപ്പം കുറച്ച് മന്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഒക്കെ മാറിയേക്കാം. പക്ഷേ ഈ പോയിന്റിൽ എൻ്റെ അപ്രോച്ചസ്, എൻ്റെ സൊല്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഹൗ ഐ സോൾവ് എ പ്രോബ്ലം, അതൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഫർദർ ഡിലേ ഇല്ല, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ, okay, the question is, your father has given some money and you are trying to decide what you want to do with that money. അപ്പം നമ്മുടെ ഫാദർ നമുക്കൊരു കുറച്ച് മണി തന്നിട്ടുണ്ട്. ആ പൈസ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇഷ്ടം. യുവർ ഫ്രണ്ട് ഗീവ്സ് യു ഐഡിയ ഓഫ് എൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗീവ് യു സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ യു മണി. അപ്പോൾ ഫ്രണ്ട് ഈ മണിക്ക്, ഇപ്പം മണി എന്ന് പറയുന്നത് 1000 rupees ആണെങ്കിൽ 1000 rupeesന് എന്ത് കിട്ടും? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഐഡിയ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നു. ഇഫ് യു ഇൻവെസ്റ്റ് സം ഓഫ് പി ഫോർ ts, അതായത് പി സം എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് 40 years, 1000 rupees for 10 years, rate of r percentage, the formula for simple interest will be, അപ്പം ഈ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. Given the rate of interest and the time you can invest for, calculate the interest you will receive. ഓക്കെ, അപ്പം ഇനി എന്താ പറയുന്നത്? Given the rate of interest and the time you can invest for, calculate the interest. അപ്പം ഇൻട്രസ്റ്റ് അത് സിമ്പിൾ ആണ്. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവിടെ ഇൻപുട്ട് ആയിട്ടുള്ളത്. പി ഫോർ ടി ഇയേഴ്സ്, റേറ്റ് ഓഫ് ആർ പെർസെൻറ്റേജ്. ടി റേറ്റ്, പി എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ്, നമുക്ക് കിട്ടുന്ന വാല്യൂസ്. അതായത് ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറയുന്നത് 1500, എൻ്റെ എമൗണ്ട്. ടി 1 year 4 months. ടി ഇൻപുട്ട് റേറ്റ് പെർസെൻറ്റേജ് 3%. ഓക്കെ, സോറി, ഇൻപുട്ടിൽ ഇത് ഔട്ട്പുട്ട് ആണ് കേട്ടോ, പെർസെൻറ്റേജ്. അപ്പം ഇൻട്രസ്റ്റ് ആണ് 3% അല്ലേ? ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഓക്കെ, ഇൻപുട്ട് സിംഗിൾ ആൻഡ് സി പാരാമീറ്റർ, പ്രിൻസിപ്പൽ, റേറ്റ്, ടൈംസ്. ഓക്കെ, പ്രിൻസിപ്പൽ ഈ 1.5 എന്ന് പറഞ്ഞ റേറ്റ്, ടൈം ആണ് കേട്ടോ 3 years, റേറ്റ് എന്ന് പറയുന്നതാണ് 1.5, ഇതാണ് 1500. ക്വസ്റ്റ്യൻ 1.4 ആണ്. ക്വസ്റ്റ്യൻസ് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓക്കെ, എൻ്റെ പി 1500 and time 1.4 years, principal rate
rate and time 3 years. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇൻപുട്ട് ആയിട്ടുള്ളത്. അതൊരു ത്രീ സെപ്പറേറ്റഡ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ എക്സ്പെക്റ്റഡ് ഔട്ട്. അപ്പം ഇതിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്, സിമ്പിളാണ്. അപ്പം നമുക്ക് ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഫോർമുല എപ്പോഴും ഇൻട്രസ്റ്റ്. സോ നമ്മുടെ ഫോർമുല എപ്പോഴും ഇതായിരിക്കും. ഫോർമുല എപ്പോഴും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആള് ഇവനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പി വാങ്ങണം, ആറും വാങ്ങണം, ടിയും വാങ്ങണം. അപ്പം നമ്മൾ ഇൻപുട്ട് വാങ്ങണം. അപ്പം പൈത്തണിൽ എങ്ങനെയാണ് ഇൻപുട്ട് വാങ്ങുക? ഓക്കെ, സോ നമുക്ക് പിയും വാങ്ങണം, ആറും വാങ്ങണം, ടിയും വാങ്ങണം. നമുക്ക് എന്നിട്ട് ഇൻപുട്ടിൽ തന്നിട്ടുണ്ട്, ഇൻപുട്ട് ഇങ്ങനെയായിരിക്കും. ഇൻപുട്ട് ഫോർമുല ദ ഇൻട്രസ്റ്റ് വാല്യൂ ഷുഡ് ബി ഇൻട്രസ്റ്റ്, അതായത് എ സിംഗിൾ ലൈൻ വിത്ത് സി സെപ്പറേറ്റഡ് പാരാമീറ്റേഴ്സ്. അപ്പം ഇൻപുട്ട് ഒറ്റ ലൈനിലായിരിക്കും. സോ അപ്പം ഒറ്റ ലൈനിലായതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഒരു 1 ലൈൻ ഇൻപുട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു സ്പ്ലിറ്റ് ഇൻറ്റു 3. അപ്പം ഇത് 1500 ഇത് ഒറ്റ വാല്യൂ ആക്കണം, ഇത് പി വാല്യൂ ആക്കണം, ഇത് ആർ വാല്യൂ ആക്കണം, അത് കഴിഞ്ഞ് ടി വാല്യൂ ആക്കണം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാം ഒരു ലൈൻ ഒറ്റ വാല്യൂ ആണ് ഇൻപുട്ട്. നമുക്ക് നമ്മളിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ഫുള്ളും മാപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് വാല്യൂ അത് നമുക്ക് ഫ്ലോട്ട് ആയിട്ട് തന്നെ കരുതാം. ഇയേഴ്സ് മൂന്നും ഫ്ലോട്ട്, അതായത് വാല്യൂസ് മൂന്നും ഫ്ലോട്ട് ആയിട്ട് കാണാം. ആ ഇൻപുട്ടിൽ നിന്നും അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്, ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇൻപുട്ടിനെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അതിന്റെ എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും, എന്തായിരിക്കും? ഫ്ലോട്ട് ആയിരിക്കും. ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് മാപ്പ് ചെയ്തിട്ട് ചെയ്യാം. എന്തിലേക്ക് വാങ്ങിയേക്കാം? ഫസ്റ്റ് പി ആയിരിക്കും, അത് കഴിഞ്ഞ് പി ആയിരിക്കും. മാപ്പായി. ഫസ്റ്റ് പി ആയിരിക്കും, പിന്നെ ആറായിരിക്കും, പിന്നെ ടി ആയിരിക്കും. ഓക്കെ, അപ്പം അതായത് പി ടി, അതായത് ഒരു ലൈനാണ്. അപ്പം നമ്മുടെ പി ആർ ടി എന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്യുന്നു ഫ്ലോട്ട് വാല്യൂയിലേക്കാണ്. ഇൻപുട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നിട്ട് അപ്പം ഓക്കെ, ഇനി ഔട്ട്പുട്ടിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? എന്തോന്നിട്ട് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിൽ വാല്യൂ 6 decimal places, അത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടായല്ലോ. ഓക്കെ, ദ വാല്യൂ ഷുഡ് ബി ആക്യുറേറ്റ് അപ് ടു 6 decimal places. അപ്പം 6 decimal places വരെ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് വരണം. നമുക്ക് ഇൻട്രസ്റ്റ് പ്രിന്റ് ചെയ്യാം. പക്ഷേ ഇതിനെ എന്ത് ചെയ്യണം? ഫോർമാറ്റ് ചെയ്യണം. ഈ ഇൻട്രസ്റ്റിനെ
ഫോർമാറ്റ് ചെയ്യണം. അപ്പം ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് വാല്യൂ ഒരു ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 63 ആണെങ്കിൽ 63 പോയിന്റ് അടുത്തൊരു 60 പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം അറിയാം. അതിന് നമുക്ക് ഈ ഇത് നമുക്കൊരു എഫ് സ്ട്രിങ് കൊടുക്കാം. ഇൻട്രസ്റ്റ് ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് 0.6f അതായത് 0.6 ഇൻഷുർ ഔട്ട്പുട്ടാ. അപ്പം ഈ 0.6f എന്ന് പറഞ്ഞാൽ എന്താ ഇൻഷുർ ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഹാസ് 6 ഡിജിറ്റ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ്. അതായത് നമ്മുടെ വാല്യൂ 0.6f എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഹാസ്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. Let's see. I'm not sure it's working, not working or whatever. നമ്മുടെ ഔട്ട്പുട്ട് ഓക്കെ. കസ്റ്റം ഇൻപുട്ട് okay, sorry, something yeah. Let me think. To get exact 6 decimal places, exact 6 decimal places വേണമെങ്കിൽ interest 0.6f, maybe interest into 6f ആണെങ്കിലോ. Let's see. Okay, so interest എന്ന് പറയുന്നത് divided by print f of okay print f of literal ആണ്. okay sorry f of interest. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ്. സോ എനിക്ക് ഞാൻ മുന്നേ എന്ത് ചെയ്തില്ല, ഇത് ഇട്ടുണ്ടായില്ല. സോ ദിസ് ഈസ് ദ ആൻസർ ഐ എം സബ്മിറ്റിംഗ്. That's it. Thank you.